എല്ലാ പ്രിയപ്പെട്ടവർക്കും നമസ്കാരം. ഇന്നത്തെ ലോകത്ത് ആളുകൾ ഏറ്റവും അധികം സെർച്ച് ചെയ്യുന്ന വാക്കുകളിലൊന്നാണ് മെഡിറ്റേഷൻ. നമ്മുടെ ഇന്നത്തെ വിഷയം മെഡിറ്റേഷൻ ചെയ്യുന്നതിന് മുൻപ് ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ എന്തെല്ലാമാണ്. അതായത് നിരവധി സംശയം ഈ ഒരു വിഷയത്തെ ചുറ്റിപ്പറ്റി നമ്മുടെ ചുറ്റിലും ഇങ്ങനെ ചോദിക്കുന്നുണ്ട്. അതിലൊന്ന് എങ്ങനെ മെഡിറ്റേറ്റ് ചെയ്യണം, അല്ലെങ്കിൽ മെഡിറ്റേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ എങ്ങനെയുള്ള എൻവയോൺമെന്റിലായിരിക്കണം, ഏത് ടെക്നിക്കാണ് നമ്മൾ സെലക്ട് ചെയ്യേണ്ടത്, അങ്ങനെ നിരവധി സംശയങ്ങളാണ്. അപ്പോൾ ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ നമുക്ക് ഒന്ന് പരിശോധിക്കാം. അതായത് ഒരാൾ ആദ്യമായി മെഡിറ്റേറ്റ് ചെയ്യുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം വളരെ കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു എൻവയോൺമെന്റിലായിരിക്കണം അയാൾ ഈ ഒരു സാധന ചൂസ് ചെയ്യേണ്ടത്. അതായത് നമുക്കറിയാം, നമ്മുടെ ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള സെൻസ് ഓർഗനാണ് നമ്മുടെ കണ്ണുകൾ, അല്ലെ? അല്ലെങ്കിൽ നമ്മുടെ കാതുകൾ എന്ന് പറയുന്നത് വളരെ പവർഫുൾ ആണ്. അത് നമ്മൾ പലയിടത്തുനിന്നും ഇങ്ങനെ പല രീതിയിലോട്ട് അറ്റൻഷൻ ഡ്രാഗ് ചെയ്യാൻ അങ്ങനെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന രണ്ട് സെൻസ് ഓർഗൻസ് ആണ്. അല്ലെങ്കിൽ നമ്മുടെ നോസ്, ഗന്ധം പല രീതിയിലുള്ളത് നമ്മളെ അട്രാക്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ ആ രീതിയിൽ നമ്മുടെ സെൻസൽ ഓർഗൻസിനെ ഡിസ്ട്രാക്ട് ചെയ്യാത്ത കാര്യങ്ങൾ സെറ്റ് ചെയ്ത ഒരു എൻവയോൺമെന്റ് ആയിരിക്കണം നമ്മൾ മെഡിറ്റേഷന് വേണ്ടി എപ്പോഴും ചൂസ് ചെയ്യുന്നത്. അതായത് മാക്സിമം പീസ്ഫുൾ ആയിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയർ നിങ്ങൾക്ക് വേണ്ടി തന്നെ സെറ്റ് ചെയ്യാനായിട്ട് എപ്പോഴും ശ്രദ്ധിക്കുക. ഒരുപാട് ബഹളമുള്ള അന്തരീക്ഷം, ഒരുപാട് ശബ്ദങ്ങൾ, അല്ലെങ്കിൽ ഈ പറഞ്ഞതുപോലെ വളരെ നമ്മുടെ നോസിനെ അട്രാക്ട് ചെയ്യുന്ന രീതിയിലുള്ള എന്താണ് കിച്ചന്റെ തൊട്ടടുത്തുള്ള സ്പേസ്, അങ്ങനെയൊന്നും ശരിക്കും മെഡിറ്റേഷൻ എടുക്കാതിരിക്കാം. വളരെ നമുക്ക് പീസ്ഫുൾ ആയിട്ട് നമ്മുടെ അറ്റൻഷൻ മാറാതിരിക്കുന്ന ഒരു സ്പേസ് ആവണം മെഡിറ്റേഷന് സെലക്ട് ചെയ്യേണ്ടത്. രണ്ടാമത്തെ കാര്യം, അത് വളരെ നീറ്റ് ആൻഡ് ടൈഡി ആയിരിക്കണം. ബിക്കോസ് നമ്മൾ എപ്പോഴും പറയാറുണ്ട്, നമ്മുടെ ഒരു ഇന്നർ എൻവയോൺമെന്റ് എത്രത്തോളം നമ്മൾ ക്ലീൻ ചെയ്യാൻ ട്രൈ ചെയ്യുന്നു, അതുപോലെ തന്നെ നമ്മുടെ എക്സ്റ്റേണൽ എൻവയോൺമെന്റും ആ ഒരു ഹൈജീൻ ആയിരിക്കുക എന്ന് പറയുന്നത് വളരെ പ്രാധാന്യമുള്ള ഒരു കാര്യമാണ്. ഇപ്പൊ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, ഇപ്പൊ വളരെ നമ്മൾ ടെൻസ്ഡ് ആയിരിക്കുന്നു, അല്ലെങ്കിൽ നമ്മൾ ഡിപ്രസീവ് ആയിരിക്കുന്നു, ഈ ഒരു സ്റ്റേറ്റിൽ നിന്ന് ക്വിക്കായിട്ട് നമുക്ക് റിക്കവർ ചെയ്യാൻ പറ്റുന്ന ഒരു ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള ടെക്നിക്ക് എന്ന് പറയുന്നത് നമ്മൾ ഇരിക്കുന്ന എൻവയോൺമെന്റ് നമ്മൾ വളരെ ക്വിക്കായിട്ട് ഒന്ന് ക്ലീൻ ചെയ്യാൻ നോക്കുക എന്ന് പറയുന്നത്. അത് ഒരു വളരെ പോസിറ്റീവ് ആയിട്ടുള്ള ഇമ്പാക്റ്റ് നമ്മുടെ മനസ്സിലുണ്ടാക്കും. അതുപോലെ തന്നെ ശരിക്കും മെഡിറ്റേറ്റ് ചെയ്യാൻ നമ്മൾ സെലക്ട് ചെയ്യുന്ന എൻവയോൺമെന്റ് എന്ന് പറയുന്നതും വളരെ നീറ്റ് ആൻഡ് ക്ലീൻ ആയിരിക്കണം. അവിടെ എൻ്റർ ചെയ്യുമ്പോൾ ഇറ്റ്സ് ലൈക്ക് എ ടെമ്പിൾ. ഒരു ക്ഷേത്രത്തിൽ നമ്മൾ പോകുമ്പോൾ നമ്മൾ എടുക്കുന്ന ചില കാര്യങ്ങളുണ്ടല്ലോ, അല്ലെ? നമ്മൾ നല്ല കുളിച്ച് വൃത്തിയായിട്ടായിരിക്കും പോവുക. മുഷിഞ്ഞ ഡ്രസ്സ് ഇട്ടിട്ട് ആരും ക്ഷേത്രത്തിൽ പോകാറില്ല. അല്ലെങ്കിൽ അത്രയും ഒരു ഒരു ഹോളി ഫീലിംഗ് നമ്മുടെ ഉള്ളില് ആ എൻവയോൺമെന്റിൽ കടക്കുമ്പോൾ ഉണ്ടാകും. അതുപോലെ തന്നെ നമ്മുടെ മെഡിറ്റേറ്റിംഗ് സ്പേസ് എന്ന് പറയുന്നത് ആ ഒരു ക്ഷേത്രം പോലെ ആയിരിക്കണം. അവിടെ എത്തുമ്പോൾ നമുക്ക് ആ ഒരു പീസ് ഫീൽ ചെയ്യണം. അതിനെപ്പറ്റി ഓർക്കുമ്പോൾ നമുക്ക് ആ ഒരു കാംനെസ് ഫീൽ ചെയ്യണം. ആ രീതിയിൽ നിങ്ങൾ ഒരു എൻവയോൺമെന്റ് സെറ്റ് ചെയ്യാം. പിന്നെ എപ്പോഴും ഒരു സെയിം പ്ലേസ് സെയിം ടൈം എന്ന് പറയുന്ന ഒരു കാര്യം നമുക്ക് ചെയ്യാൻ പറ്റിയാൽ അത് വലിയൊരു ട്യൂണിംഗ് ആണ്. നമ്മുടെ മനസ്സിന് നമുക്ക് കൊടുക്കാൻ പറ്റുന്ന വലിയൊരു ട്യൂണിംഗ് ആണ്. അത് എപ്പോഴും കുറിച്ച് പറയാറുണ്ട്. അതായത് ഇപ്പോ ആ സ്ഥലത്ത് എത്തുമ്പോൾ, അല്ലെങ്കിൽ ആ സമയത്ത് നമ്മൾ മെഡിറ്റേറ്റ് ചെയ്യുന്ന സമയത്ത് ഈസിലി ആ ഒരു ട്രാക്കുമായിട്ട് നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റും. അങ്ങനെ ഒരു സെയിം ടൈം സെയിം പ്ലേസ് ചൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ രണ്ട് കാര്യങ്ങൾ എപ്പോഴും ആദ്യം തന്നെ മനസ്സിൽ വയ്ക്കുക. ഒന്ന്, നമ്മുടെ എൻവയോൺമെന്റ് വളരെ നീറ്റ് ആൻഡ് ക്ലീൻ ആയിരിക്കണം. പിന്നെ കഴിയുന്നതും ഒരു സെയിം ടൈം സെയിം പ്ലേസ് എന്ന് പറയുന്ന ആ ഒരു സിസ്റ്റം നമ്മൾ ഫോളോ ചെയ്യുക. പിന്നെ ഏറ്റവും സെക്കൻഡറി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഫിസിക്കലി നമ്മൾ വളരെ കംഫർട്ടബിൾ ആയിരിക്കണം. അതായത് നമ്മുടെ ബോഡിയെ നമ്മൾ മെഡിറ്റേഷന് വേണ്ടിയിട്ട് സജ്ജമാക്കണം. അതെങ്ങനെയാണ് ചെയ്യാൻ പറ്റുക? അതിൽ ചെറിയ ചില കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിച്ചാൽ മതി. ഒന്ന്, നമ്മുടെ ഡ്രസ്സിംഗ് ആണ്. വളരെ കംഫർട്ടബിൾ ആയിട്ടുള്ള ക്ലോത്തിങ് ആയിരിക്കണം. എസ്പെഷ്യലി നമ്മൾ ഭയങ്കരമായി ഇറുകിയ രീതിയിലുള്ള വസ്ത്രധാരണമോ അല്ലെങ്കിൽ നമ്മുടെ സർക്കുലേഷൻ ബ്ലോക്ക് ചെയ്യുന്ന രീതിയിൽ ഇപ്പോൾ ബെൽറ്റോ വാച്ചോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും സാധാരണ മെഡിറ്റേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ യൂസ് ചെയ്യാറില്ല.
വളരെ ഫിസിക്കലി കംഫർട്ടബിൾ ആയിട്ടുള്ള പൊസിഷൻ വേണം നമ്മൾ അഡോപ്റ്റ് ചെയ്യാൻ. ഇപ്പോൾ ട്രഡീഷണലി നമ്മൾ മെഡിറ്റേഷൻ പ്രാക്ടീസ് ചെയ്യുമ്പോൾ പല രീതിയിലുള്ള മെഡിറ്റേറ്റീവ് പോസ്റ്റേഴ്സ് നമ്മൾ അഡോപ്റ്റ് ചെയ്യാറുണ്ട്. എസ്പെഷ്യലി ഇപ്പോൾ സുഖാസനം, പത്മാസനം, അല്ലെങ്കിൽ സിദ്ധാസനം, അർദ്ധപത്മാസനം, അങ്ങനെ നിരവധി പോസ്റ്റേഴ്സ് നമ്മൾ മെഡിറ്റേറ്റീവ് ആസനാസ് എന്ന് പറയുന്ന ഒരു കാറ്റഗറിയിൽ തന്നെയുണ്ട്. പക്ഷേ ഇന്നത്തെ ലോകത്ത് പലരും ഈ ഒരു സീറ്റിംഗ് പൊസിഷനോട് അത്രയധികം പരിചയമുള്ളവരായിരിക്കില്ല, അല്ലെങ്കിൽ അവർ വളർന്നു വന്ന ഒരു സിറ്റുവേഷൻ അനുസരിച്ച് ഇപ്പോൾ ക്രോസ് ലെഗ്ഡ് ആയിട്ടുള്ള പൊസിഷനോ അല്ലെങ്കിൽ ഇപ്പോൾ വജ്രാസൻ പൊസിഷനോ ഫസ്റ്റ് വളരെ ഈസി ആയിട്ട് അഡോപ്റ്റ് ചെയ്യാൻ പറ്റുന്നതായിരിക്കില്ല. അപ്പൊ നമുക്ക് എന്താ ചെയ്യാൻ പറ്റുക? നമുക്ക് ഒരു ചെയറിൽ വേണമെങ്കിൽ ഇരിക്കാം, അല്ലെങ്കിൽ ഒരു സെറ്റിയിൽ വേണമെങ്കിൽ ഇരിക്കാം, ബെഡിൽ വേണമെങ്കിൽ ഇരിക്കാം. അതൊന്നും ഒരു പ്രശ്നമല്ല. പക്ഷെ പ്രൈമറി തിങ് എന്ന് പറയുന്നത് ഏത് സിറ്റിംഗ് പൊസിഷൻ നമ്മൾ അഡോപ്റ്റ് ചെയ്താലും നമ്മുടെ സ്പൈൻ എന്ന് പറയുന്നത് വളരെ കറക്റ്റ് ആയിരിക്കണം. സ്പൈൻ ഒരിക്കലും നമ്മളിങ്ങനെ ഒരു ലേസി ബോഡി ലാംഗ്വേജിലോട്ട് കൊണ്ടുപോകാൻ പാടില്ല. ഒരു ജാഗ്രത ആയിട്ടുള്ള ആ മനസ്സിന്റെ റിഫ്ലക്ഷൻ ശരിക്കും നമ്മുടെ സിറ്റിംഗ് പൊസിഷനിൽ പലപ്പോഴും പ്രകടമാണ്, അല്ലെ? നമ്മൾ ഇരിക്കുന്ന സമയത്ത് ഇപ്പോൾ ഇങ്ങനെ ഒരു പൊസിഷനിലിരുന്ന് ആർക്കും ഉറങ്ങാൻ പറ്റില്ല. ആ ഉറക്കത്തിലോട്ട് പോകുന്ന ഒരു പൊസിഷൻ എന്ന് പറയുമ്പോൾ അത് വളരെ ഡള്ളാണ്, അല്ലെങ്കിൽ വളരെ ഒരു ഫ്ലെക്സിബിൾ ആയിട്ട് ഇങ്ങനെ ഒടിഞ്ഞു തൂങ്ങിയ ഒരു അവസ്ഥയായിരിക്കും. അപ്പൊ അതിന്ന് മാറി ശരിക്കും പറഞ്ഞാൽ നമ്മുടെ സ്പൈൻ ഏരിയ വളരെ സ്ട്രൈറ്റ് ആയിട്ടുള്ള ഏതൊരു സീറ്റിംഗ് പൊസിഷനും നിങ്ങൾക്ക് മെഡിറ്റേഷന് വേണ്ടിയിട്ട് ഉപയോഗിക്കാം. അഫ്കോഴ്സ് നമ്മൾ ഇപ്പോൾ മെഡിറ്റേറ്റീവ് ആസനാസ് സെലക്ട് ചെയ്യുമ്പോൾ അതിൻ്റെതായിട്ടുള്ള പ്ലസസ് ഒരുപാട് ഉണ്ട്. അതായത് ഇപ്പോൾ ഒരു മെഡിറ്റേഷൻ പോസ്റ്ററിൽ നമ്മൾ ഇരിക്കുമ്പോൾ അതൊരു ലോക്ക് പോലെയാണ്. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ നമ്മൾ പത്മാസന ഇരിക്കുന്നു, അതെന്ന് പറയുന്നത് ഒരു ലോക്കിംഗ് പൊസിഷനാണ്. അതിന് തിരിച്ചു പോകണം എന്നുണ്ടെങ്കിൽ നമ്മൾ തന്നെ വിചാരിക്കണം. പത്മാസനത്തിലിരുന്ന് ആരും ഉറങ്ങി വീഴാറില്ല, അല്ലെങ്കിൽ ഒരു ഡൾ ഒരു സ്റ്റേജിലോട്ട് പോകാറില്ല. അതെന്ന് പറയുന്നത് വളരെ പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു മെഡിറ്റേഷൻ പോസ്റ്റാണ്. പക്ഷേ ഇപ്പോൾ ഒരാൾ വളരെ കഷ്ടപ്പെട്ട് പത്മാസനത്തിലിരുന്നു, 1-2 മിനിറ്റ് അയാൾ ആ പോസ്റ്റർ മെയിൻറ്റെയിൻ ചെയ്യുമായിരിക്കും. പക്ഷേ ആ ഒരു സമയത്ത് അത് നമ്മൾ ഫോഴ്സ്ഫുള്ളി എക്സ്റ്റെൻഡ് ചെയ്യുന്ന ഒരു സിറ്റുവേഷൻ വരികയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ അറ്റൻഷൻ എന്താണ്? തീർച്ചയായിട്ടും മെഡിറ്റേറ്റ് ചെയ്യാൻ നമ്മൾ ഉദ്ദേശിക്കുന്ന കാര്യത്തിലായിരിക്കില്ല, നമ്മുടെ ശരീരം അനുഭവിക്കുന്ന വേദനയിലായിരിക്കും. അപ്പോൾ അങ്ങനെയുള്ള കാര്യം ഒരു ഡിസ്ട്രാക്ഷൻ ആയിട്ട് വരാൻ പാടില്ല. നമ്മൾ നേരത്തെ നോയ്സിന്റെ കാര്യം പറഞ്ഞ പോലെയും അതുപോലെ സ്മെല്ലിന്റെ കാര്യം പറഞ്ഞതുപോലെയും ഒക്കെ ശരിക്കും ഈ ഒരു പെയിൻഫുൾ ആയിട്ടുള്ള പൊസിഷൻസ് നമ്മൾ അവോയ്ഡ് ചെയ്യുക തന്നെ വേണം. അതൊരു വലിയൊരു ഡിസ്ട്രാക്ഷനാണ്. വളരെ കംഫർട്ടബിൾ സിറ്റിംഗ് പൊസിഷൻ എന്ന് പറയുന്നതിൽ വളരെയധികം നിങ്ങൾ ശ്രദ്ധ കൊടുക്കണം. അടുത്ത പോയിന്റ് എന്ന് പറയുന്നത് എന്താണ് നമ്മൾ മെഡിറ്റേഷനിൽ ചെയ്യേണ്ടത്? അത് പലരുടെയും ഒരു കൺഫ്യൂഷനാണ്. ആദ്യമായിട്ട് തുടങ്ങുന്ന സമയത്ത് പലരും മെഡിറ്റേഷൻ എന്ന് പറയുന്നത് പ്രാക്ടീസ് ചെയ്യുന്നത് ധാരണ പ്രാക്ടീസസ് ആണ്, കോൺസെൻട്രേഷൻ മെത്തേഡ്സ് ആണ്. അഫ്കോഴ്സ് ആ ഒരു പ്രൊസീജിയറിലൂടെ മാത്രമേ ശരിക്കും നമുക്ക് മെഡിറ്റേഷൻ എന്ന് പറയുന്ന ആ സ്റ്റേറ്റിലോട്ട് വരാൻ പറ്റുള്ളൂ. അപ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം, ഏത് സിസ്റ്റമാണ് നമുക്ക് ഏറ്റവും സ്യൂട്ട് ആകുന്നത് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കാൻ ശ്രമിക്കാം. ഒരുപക്ഷെ അത് നമുക്ക് പേഴ്സണലി അങ്ങനെ ഒരു ജഡ്ജ്മെന്റിലോട്ട് പലപ്പോഴും പോവുക വളരെ ഡിഫിക്കൽട്ട് ആയിരിക്കും. അതായത് ഇപ്പൊ 1000 ടെക്നിക്സ് മെഡിറ്റേഷന്റെ ഭാഗമായിട്ടുണ്ട്. അപ്പോൾ നമുക്കറിയാം ഓരോ വ്യക്തിയും യുണീക്കാണ്. അവരുടെ ബ്രെയിൻ എഫിഷ്യൻസി എന്ന് പറയുന്നത് വളരെ ഡിഫറെൻ്റ് ആണ്. ചിലർ റൈറ്റ് ബ്രെയിൻ ഡോമിനേറ്റഡ് ആയിരിക്കും, ചിലർ ലെഫ്റ്റ് ബ്രെയിൻ ഡോമിനേറ്റഡ് ആയിരിക്കും, ചിലർ ഇത് രണ്ടും ബാലൻസ്ഡ് ആയിട്ടുള്ള ആൾക്കാരായിരിക്കും. അല്ലെങ്കിൽ ക്യാരക്ടറിൽ തന്നെ ഇപ്പോൾ സാത്വിക് ആയിട്ടുള്ള ആൾക്കാരുണ്ട്, തമസിക് ആയിട്ടുള്ളവരുണ്ട്, രജസിക് ആയിട്ടുള്ളവരുണ്ട്. ഇതിന്റെ എല്ലാം ഒരു മിക്സിംഗ് ആയിട്ടുള്ള പേഴ്സണാലിറ്റീസ് ഉണ്ട്. അപ്പോൾ ഈ പേഴ്സണാലിറ്റി വൈസ് ചെയ്തും അല്ലെങ്കിൽ നമ്മുടെ ബ്രെയിൻ എഫിഷ്യൻസി വൈസ് ചെയ്തും നമുക്ക് ഏറ്റവും സ്യൂട്ട് ആയിട്ടുള്ള ടെക്നിക്സ് എന്ന് പറയുന്നത് ഇപ്പൊ ഒരാളിൽ നിന്നും മറ്റൊരാൾക്ക് ഡിഫറെന്റ് ആയിരിക്കും. അത് കണ്ടെത്തുക എന്ന് പറയുന്നത് ഒരു വലിയ ഒരു ഹിമാലയൻ ടാസ്ക് ആണ്. പക്ഷെ അത് ഈസിയർ ആയിട്ട് സാധ്യമാകുന്നത് ഒരു ഗുരുവിനാണ്. ബിക്കോസ് ഗുരു എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ ഇംപാർഷ്യൽ ആയിട്ട് സ്റ്റുഡന്റിനെ അനലൈസ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്ന ആളാണ്, അല്ലെങ്കിൽ മനസ്സിലാക്കുന്ന ആളാണ്.
അപ്പോൾ എന്താണ് ഒരാളുടെ കൃത്യമായിട്ടുള്ള പേഴ്സണാലിറ്റി എന്നും അല്ലെങ്കിൽ അവരുടെ സോളിന്റെ ഇൻട്രസ്റ്റ് എന്നും ആ ഗുണാസിന്റെ പ്രപ്പോർഷൻ എന്താണെന്നും ഒക്കെ ഒരു നല്ല ഗുരുവിന് ഈസി ആയിട്ട് മനസ്സിലാക്കാൻ പറ്റും. അപ്പൊ അദ്ദേഹത്തിന് വളരെ ഈസിയർ ആയിട്ട് നമുക്ക് യോജ്യമായിട്ടുള്ള ഒരു ടെക്നിക്ക് ഷെയർ ചെയ്യാൻ പറ്റും. അപ്പോ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഒരു സിസ്റ്റം നമ്മൾ ഫോളോ ചെയ്യുന്ന സമയത്ത് നമുക്ക് നല്ല രീതിയിൽ ഉറക്കം വരുന്നു. അത് രണ്ട് കാരണങ്ങൾ കൊണ്ട് വരാം. ഒന്ന്, ഇപ്പോ ഒരു ഉറക്കമില്ലാത്ത ഒരാളെ സംബന്ധിച്ച് ഇപ്പോൾ തലേ ദിവസം നമ്മൾ വളരെ ടയേർഡ് ആയിട്ടുള്ള ജോലികൾ ഉണ്ടായിരുന്നു, പക്ഷെ നമുക്ക് ഉറങ്ങാൻ പറ്റിയില്ല, അങ്ങനെയൊക്കെ വരുന്ന ഒരു ഉറക്കം ഫീൽ ഉണ്ട്. എനർജി ലെവലിൽ നമുക്ക് വരുന്ന ഒരു ഉറക്കം ഫീൽ ഉണ്ട്. പക്ഷെ അതുപോലെ തന്നെ അങ്ങനെയുള്ള എക്സെപ്ഷൻസ് മാറ്റി നമുക്ക് എപ്പോ ഒരു ടെക്നിക്ക് ചെയ്താലും ഉറങ്ങി വീഴും എന്നാണെന്നുണ്ടെങ്കിൽ ദാറ്റ് ഇസ് നോട്ട് യുവർ ടെക്നിക്. അത് നമ്മുടെ സോളിന് ഒട്ടും യോജിച്ച ഒരു മെത്തേഡ് അല്ല എന്ന് അർത്ഥം. അപ്പോൾ അത് നമ്മൾ സെൻസ് ചെയ്യണം. അതായത് മെഡിറ്റേഷൻ ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ കൂടുതൽ എനർജറ്റിക് ആകുകയാണോ അതോ നമ്മുടെ എനർജി താഴ്ത്തു പോവുകയാണോ, ഇത് നമ്മൾ നോക്കുക. എപ്പോഴും ഒരു റൈറ്റ് ടെക്നിക്ക് എന്ന് പറയുന്നത് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് കൂടുതൽ ഫ്രഷ്നെസ് ഫീൽ ചെയ്യും, വളരെ പോസിറ്റീവായി നമുക്ക് ഫീൽ ചെയ്യും, കുറച്ചുകൂടെ ഒരു നല്ല ക്ലാരിറ്റി ഓഫ് തോട്ട്സ് നമ്മുടെ മൈൻഡിൽ കിട്ടും. അങ്ങനെ ഒത്തിരി നല്ല വശങ്ങളാണ് ഒരു നല്ല മെഡിറ്റേഷൻ കഴിയുമ്പോൾ കിട്ടുന്നത്. അപ്പോൾ വളരെ നെഗറ്റീവായിട്ടുള്ള എക്സ്പീരിയൻസസ് ഉണ്ടെങ്കിൽ നമ്മൾ അതിനെ കൃത്യമായിട്ട് ഒന്നുകൂടി ഒന്ന് വിശകലനം ചെയ്യണം. ഇത് ശരിയാണോ, ഞാൻ ചെയ്യുന്നത് ശരിയാണോ, എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടോ എന്നുള്ളത് നമ്മൾ ഒന്ന് സ്വയം മനസ്സിലാക്കാൻ നോക്കണം. അതല്ലെങ്കിൽ നമ്മളൊരു ഗുരുവിന്റെ ഗൈഡൻസ് എടുക്കണം. പിന്നെ പലപ്പോഴും നമുക്ക് തുടക്കത്തിൽ വരുന്ന ഒരു പ്രശ്നം, നമ്മുടെ ശ്രദ്ധ വളരെ ഈസിയർ ആയിട്ട് ഇങ്ങനെ പലയിടത്തായിട്ട് ചെതറിപ്പോകും. അപ്പൊ അതിന്റെ ബേസിക് ആയിട്ടുള്ള സംഭവം എന്ന് പറഞ്ഞാൽ, ഒരു ബ്ലാങ്ക് സ്പേസിലോട്ട് നമ്മുടെ മൈൻഡ് ആദ്യം എത്തുക എന്ന് പറയുന്നത് വളരെ ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ടാസ്ക് ആണ് പലർക്കും. ഇപ്പോ ഒരു മെഡിറ്റേറ്റീവ് മൈൻഡ് ഉള്ള ഒരാൾക്ക് വെറുതെ ഇപ്പോ കണ്ണടച്ച് എത്ര നേരം വേണമെങ്കിലും അവർക്ക് ഫ്രീ ആയിട്ടിരിക്കാൻ ഒരു പ്രശ്നം ഉണ്ടാവില്ല. ഇപ്പോ 1 മണിക്കൂർ ഇരുന്നാലും അവരുടെ മൈൻഡിൽ ചിലപ്പോൾ അതൊരു 10 മിനിറ്റ് ആയിട്ടായിരിക്കും ഫീൽ ചെയ്യുക. പക്ഷെ വളരെ അങ്ങനെ ഒരു മൈൻഡ് സെറ്റ് ഇല്ലാത്ത ഒരാളെ സംബന്ധിച്ചിടത്തോളം നമ്മളിപ്പോ ഒരു 5 മിനിറ്റ്സ് നിങ്ങൾ ബ്രെത്ത് ശ്രദ്ധിച്ചിരിക്കും എന്ന് പറഞ്ഞാലും അയാൾക്ക് ഈ 5 മിനിറ്റ്സ് എന്ന് പറയുന്നത് 1 മണിക്കൂർ പോലെ ഫീൽ ചെയ്യും. അപ്പൊ അത് ശരിക്കും പറഞ്ഞാൽ ആ എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് റിലേറ്റീവ് ആണ്. ആ വ്യക്തിക്ക് അനുസൃതം അത് മാറും. അപ്പോ വ്യക്തിയുടെ ആ ഒരു ഗുണം അനുസരിച്ച് നമ്മൾ ചൂസ് ചെയ്യുന്ന ടെക്നിക്സിലും വ്യത്യാസമുണ്ട്. ഇപ്പൊ നേരത്തെ പറഞ്ഞല്ലോ, ആയിരക്കണക്കിന് നമുക്ക് മെഡിറ്റേഷൻ മെത്തേഡ്സ് അവൈലബിൾ ആണ്. അപ്പോ വളരെ നല്ല രീതിയിൽ തോട്ട്സ് ഡിസ്ട്രാക്ട് ചെയ്യുന്ന ഒരാളാണ് നിങ്ങളെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ നാദയോഗ പോലുള്ള സിസ്റ്റംസ് ആണ് ആദ്യം ഫോളോ ചെയ്യുന്നത്. നാദയോഗ എന്ന് പറയുമ്പോൾ ശരിക്കും നമ്മുടെ മന്ത്രയോഗ സിസ്റ്റത്തിൽ വരുന്ന ഒരു മെഡിറ്റേഷൻ പ്രാക്ടീസ് ആണ്. സോ ദർ ഈസ് എ സൗണ്ട് ടു ഫോക്കസ്. അതാണ് അതിന്റെ പ്രത്യേകത എന്ന് പറയുന്നത്. ഇല്ലേ, നമ്മൾ നേരത്തെ പറഞ്ഞു, കണ്ണ് വളരെ പവർഫുൾ ആയിട്ടുള്ള ഒരു സെൻസ് ഓർഗൻ ആണ്. കണ്ണടച്ചാണ് നമ്മൾ പൊതുവെ മെഡിറ്റേറ്റ് ചെയ്യാറുള്ളത്. ഇനിഷ്യലി നമുക്ക് അങ്ങനെ പറ്റുള്ളൂ. നമ്മൾ അത്രയും ഒരു ഹയർ അവയർനെസ്സിൽ എത്തിയിട്ടുള്ള ആൾക്കാരായിരിക്കില്ല. അതുകൊണ്ട് കണ്ണ് തുറന്ന് മെഡിറ്റേറ്റ് ചെയ്യുക എന്ന് പറയുന്നത് നമ്മളെ പോലുള്ള ആൾക്കാർക്ക് പോസിബിൾ ആയിരിക്കില്ല. സോ ഫസ്റ്റ് വി വിൽ ക്ലോസ് അവർ ഐസ്. രണ്ടാമത് വരുന്നത്, കണ്ണടച്ചു, അടുത്ത് നമുക്ക് ഡിസ്ട്രാക്ഷൻ വരാൻ സാധ്യതയുള്ളത് എന്ന് പറയുന്നത് ശബ്ദങ്ങളാണ്. അല്ലെ, പല രീതിയിലുള്ള ശബ്ദങ്ങളിലോട്ട് നമ്മുടെ മനസ്സ് പോകും. അപ്പൊ ആ സമയത്ത് എന്താ നമ്മൾ ചെയ്യേണ്ടത്? എന്തെങ്കിലും പവർഫുൾ ആയിട്ടുള്ള ഒരു ശബ്ദത്തിലോട്ട് കോൺസെൻട്രേറ്റ് ചെയ്യാനുള്ള ഒരു കാര്യം നമ്മൾ അവിടെ ഉറപ്പാക്കണം. അതായത് നമുക്ക് ഇപ്പോൾ ഓംകാർ പോലുള്ള മന്ത്രാസ് ചാൻറ്റ് ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് നമ്മുടെ സോളിന് സ്യൂട്ട് ആയിട്ടുള്ള ഒരു മന്ത്രം സെലക്ട് ചെയ്ത് അതിന്റെ ചാൻറ്റിങ്ങിലോട്ട് പോകാം. ആ രീതിയിൽ ഒരു ശബ്ദത്തിലോട്ട് കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള കാര്യങ്ങളിലൂടെ തുടങ്ങുന്നതായിരിക്കും കുറച്ചുകൂടെ ഈസിയർ ആയിട്ട് വരുന്നത്. അപ്പോൾ ഇത് നമ്മൾ വളരെയധികം ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളാണ്. മെഡിറ്റേറ്റ് ചെയ്യുന്നതിന് മുൻപ് നമ്മൾ വളരെയധികം മനസ്സിൽ ഒരു ക്ലാരിറ്റി വരുത്തേണ്ട കാര്യം, എന്തിനാണ് ഞാൻ മെഡിറ്റേറ്റ് ചെയ്യുന്നത് എന്ന് പറയുന്ന ഒരു ചോദ്യമുണ്ട്. അത് പലരും വിട്ടുപോകുന്ന ഒരു കാര്യമാണ്. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ബിക്കോസ്
ഏതൊരു സിസ്റ്റം സാധന നമ്മൾ പ്രാക്ടീസ് ചെയ്യുമ്പോഴും അതിൻ്റെ സങ്കല്പം എന്ന് പറയുന്നത് വളരെയധികം പ്രാധാന്യമുള്ള ഒരു കാര്യമാണ്. എന്തിനാണ് ഞാനിത് ചെയ്യുന്നത്? അപ്പോൾ സങ്കല്പം നിങ്ങളുടെ ആവശ്യാനുസരണം അല്ലെങ്കിൽ നമ്മുടെ ലൈഫ് പോകുന്ന ആ ഒരു ഗതികത അനുസരിച്ച് അതിന് യൂസ്ഫുൾ ആകുന്ന രീതിയിൽ നമുക്ക് മനസ്സിൽ കൊണ്ടുവരാവുന്നതാണ്. ഇപ്പോൾ നമ്മൾ പോസിറ്റീവ് അഫർമേഷൻസിനെ പറ്റി പറയുന്നില്ലേ, മെഡിറ്റേറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ മൈൻഡ് എന്ന് പറയുന്നത് പോസിറ്റീവ് കൺസെപ്റ്റ്സ് വേണം ഫില്ലായിട്ടിരിക്കാൻ. അണ്ടർ കറന്റ് ആയിട്ട് വളരെ ശുഭകരമായിട്ടുള്ള ചിന്തകളും അല്ലെങ്കിൽ ആ ഒരു ഫീലും വേണം നമ്മുടെ മനസ്സിൽ നമ്മൾ ഉറപ്പിക്കാനായിട്ട്. ബിക്കോസ് എനർജിക്ക് ഗുരുജി സാധാരണ പറയുന്നത് പോലെ നെഗറ്റീവ് എന്നോ പോസിറ്റീവ് എന്നോ പറയുന്ന ഇമോഷൻസ് ഇല്ല. നമ്മൾ എന്ത് ഇൻപുട്ടാണ് കൊടുക്കുന്നത് അതിനനുസരിച്ചിട്ടുള്ള ഒരു ഔട്ട്പുട്ടാണ് അതെപ്പോഴും റിലീസ് ചെയ്യുന്നത്. സോ ഓൾവേസ് നമ്മൾ ശുഭകരമായിട്ടുള്ള സങ്കല്പങ്ങൾ അകത്ത് കൊടുക്കാനായിട്ട് എപ്പോഴും ശ്രദ്ധിക്കുക. പിന്നെ മറ്റൊരു കാര്യം, ദിനം പ്രതി നമ്മൾ സങ്കല്പങ്ങൾ മാറ്റിക്കൊണ്ടേ ഇരിക്കാതിരിക്കുക. ഏതെങ്കിലും ഒരു സിംഗിൾ ആയിട്ടുള്ള ഒരു സങ്കല്പം നമ്മുടെ മനസ്സിൽ കൊടുക്കുന്നതാണ് എപ്പോഴും നല്ലത്. ആത്യന്തികമായി നമുക്ക് നല്ലതാകുന്നത് എന്താണോ അത് ചിലപ്പോൾ നമ്മുടെ ഫിസിക്കൽ ഹെൽത്ത് ആകാം, അല്ലെങ്കിൽ നമ്മുടെ അവയർനെസ് എക്സ്പാൻഷൻ ആകാം, അല്ലെങ്കിൽ നമ്മൾ വിചാരിക്കുന്ന ഒരു വളരെ ഹയർ ആയിട്ടുള്ള ഒരു അംബീഷന് വേണ്ടിയിട്ടുള്ള എനർജി ആകാം. അപ്പോൾ അങ്ങനെ ശുഭകരമായിട്ടുള്ള സങ്കല്പം എന്താണോ അത് നമ്മൾ ആദ്യം മെഡിറ്റേഷൻ തുടങ്ങുന്നതിന് മുൻപ് നമ്മൾ അതൊന്ന് മനസ്സിൽ ഉറപ്പിക്കണം. അതുപോലെ സാധാരണ നമ്മുടെ ശ്രീഋഷി ഒരു മെഡിറ്റേഷൻ പ്രാക്ടീസ് തുടങ്ങുമ്പോൾ ഒരു ഒരു പ്രൊസീജിയറിലൂടെയാണ് നമ്മൾ അത് സ്റ്റാർട്ട് ചെയ്യുക. മീൻസ് ഫസ്റ്റ് ഓഫ് ഓൾ വി വിൽ റെഗുലേറ്റ് അവർ പ്രാണ. നമ്മുടെ പ്രാണായാമം നമ്മൾ ചെയ്യുന്നത് ശരിക്കും മെഡിറ്റേഷൻ്റെ ഒരു പ്രിപ്പറേറ്ററി ഒരു ഘട്ടമായിട്ടാണ് പ്രാണായാമം പ്രാക്ടീസ് ചെയ്യുന്നത്. ബിക്കോസ് നമ്മുടെ ബ്രീതിങ്ങും ഈ ഒരു പ്രോസസ്സുമായിട്ട് വളരെയധികം കണക്ഷൻ ഉണ്ട്. വളരെ നന്നായി ഡീപ്പായി മെഡിറ്റേറ്റ് ചെയ്യുന്ന ഒരാളുടെ ആ ഒരു ബ്രീതിങ് ഫ്ലോ നമ്മൾ ശ്രദ്ധിച്ചാൽ നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാകും. അവിടെ ഒരു ടെൻഷൻ ഉണ്ടാവില്ല, അല്ലെങ്കിൽ ഒരു ഹരിബറി ആയിട്ടുള്ള ഒരു ബ്രീതിങ് ആയിരിക്കില്ല വരിക. വളരെ റിലാക്സ്ഡ് ആയിരിക്കും. അതായത് നമ്മൾ കോൺഷ്യസ് ബ്രീതിങ്ങിൽ പറയുന്നത് പോലെ വളരെ ഡീപ്പർ ആയിട്ടുള്ള ഇൻഹലേഷനും എക്സലേഷനും ഓട്ടോമാറ്റിക്കലി അവിടെ സംഭവിക്കും. അപ്പോൾ ഇനിഷ്യൽ വേള നമ്മൾ ത്രൂ ബ്രീതിങ് അങ്ങനെ ഒരു ബോഡി മൈൻഡ് സെറ്റ് കൊണ്ടുവരികയാണ് ആദ്യം ചെയ്യുക. പിന്നെ അഫ്കോഴ്സ് മെഡിറ്റേഷൻ എന്ന് പറയുന്നത് ഒരു വളരെ ഹയർ ആയിട്ടുള്ള ഒരു സാധനയാണ്. ഇനിഷ്യലി നമ്മൾ ചെയ്യുന്നത് ഇറ്റ് ഈസ് വിത്ത് എ പ്രയർ. അത് നമ്മൾ ഒരു പ്രൊട്ടക്ഷൻ ആസ്കിങ് പോലെ ചെയ്യുന്ന ഒരു സിസ്റ്റമാണ്. അതായത് നമ്മൾ ചെയ്യുന്ന സാധന നമ്മൾ പ്രൊട്ടക്റ്റഡ് ആയിരിക്കണം എന്നുള്ള കൺസെപ്റ്റോട് കൂടിയാണ് ഒരു പ്രയർ ചെയ്യുന്നത്. അത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള പ്രയർ നിങ്ങൾക്ക് മെഡിറ്റേഷന് മുന്നേ ചെയ്യാവുന്നതാണ്. അല്ലെങ്കിൽ സൈലന്റ് ആയിട്ട് യൂണിവേഴ്സൽ ആയിട്ടുള്ള ആ ഒരു എനർജിയോട് നിങ്ങൾ പ്രൊട്ടക്ഷൻ ആവശ്യപ്പെടുന്ന രീതിയിൽ നിങ്ങൾക്ക് ചെയ്യാം. അത് കഴിഞ്ഞ് ആ സിസ്റ്റം എൻഡ് ചെയ്യുമ്പോൾ മൈൻഡ് ഷുഡ് ബി ഫിൽഡ് വിത്ത് ഗ്രാറ്റിറ്റ്യൂഡ്. ആ ഒരു കൃതജ്ഞത നമ്മൾ അറിയിക്കുന്ന രീതിയിൽ സൈലന്റ് ആയിട്ടിരിക്കുകയോ അല്ലെങ്കിൽ നമ്മൾ ആദ്യം ചൊല്ലിയ ആ ഒരു മന്ത്രമോ പ്രയറോ അവസാനവും നമ്മൾ ആവർത്തിക്കുക. അങ്ങനെ ഒരു പ്രോസസ്സിലൂടെയാണ് നമ്മുടെ ശ്രീഋഷിയിലെ സാധനങ്ങൾ മുന്നോട്ട് പോകുന്നത്. പിന്നെ ആദ്യം നമ്മൾ മെൻഷൻ ചെയ്തു ഫിസിക്കലി നമ്മൾ എങ്ങനെയാണ് പ്രിപ്പയർ ആകുന്നത് എന്ന് മെൻഷൻ ചെയ്തു. അതിൽ ഒരു കാര്യം പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ഒരിക്കലും നമ്മൾ നന്നായി വിശന്നിരിക്കുമ്പോൾ മെഡിറ്റേറ്റ് ചെയ്യാൻ പാടില്ല. അതുപോലെ തന്നെ വയറ് ഫുള്ളായിട്ട് ഫുൾ വയർ നിറച്ച് കഴിച്ച് അല്ലെങ്കിൽ കുടിച്ച് അങ്ങനെയും മെഡിറ്റേറ്റ് ചെയ്യാൻ പാടില്ല. അതായത് വളരെ ഫ്രീ ആയിരിക്കണം. നമ്മുടെ സ്റ്റൊമക്ക് എന്ന് പറയുന്നത് വളരെ ഫ്രീ ആയിരിക്കണം. അത് അതികഠിനമായ വ്രതങ്ങളിലൂടെ നമ്മളെ പീഡിപ്പിച്ചിട്ടുള്ള ഒരു സാധനം ആകരുത്. അതുപോലെ തന്നെ നമ്മൾ ഒരു വളരെ സുഖലോലുപതയുള്ള ഇരുന്നിട്ട് അതിനെ ഫുൾ ഫില്ല് ചെയ്ത് ഉറങ്ങുന്ന ഒരു അവസ്ഥയിൽ ഇരിക്കാനും പാടില്ല. വളരെ ഫ്രീ ആയിരിക്കണം. നമ്മുടെ ബോഡി എന്ന് പറയുന്നത് വളരെ ലൈറ്റ് ആൻഡ് ഫ്രീ ആയിരിക്കുന്ന ഒരു അവസ്ഥയിൽ വേണം നമ്മൾ മെഡിറ്റേറ്റ് ചെയ്യാൻ. പിന്നെ എപ്പോഴും രാവിലെ മെഡിറ്റേഷൻ്റെ ടൈം ചൂസ് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. ബിക്കോസ് നമ്മളൊരു നല്ല സ്ലീപ്പ് കഴിഞ്ഞിട്ടായിരിക്കും ഒരു ഡേ സ്റ്റാർട്ട് ചെയ്യുന്നത്.
വരുന്നത് അല്ലെ. ചിലർക്ക് ഇപ്പോൾ സ്ലീപ്പ് ഇഷ്യൂസ് ഉണ്ടാകും, സ്റ്റിൽ നമ്മളൊരു ഉറക്കം കഴിഞ്ഞിട്ടാണ് വരുന്നത്. അപ്പോൾ ജസ്റ്റ് നമ്മളെ ഒന്ന് ഫ്രഷ് ആക്കുക ബിഫോർ മെഡിറ്റേഷൻ. നേരെ ഉറങ്ങി എണീറ്റ് മെഡിറ്റേറ്റ് ചെയ്യാനല്ല പറയുന്നത്, നമ്മൾ ഫ്രീ ആക്കണം. കുറച്ചൊരു മൂവ്മെന്റ് ഒക്കെ കൊടുത്ത് അത്യാവശ്യം ഫ്രഷായി, പറ്റുമെങ്കിൽ ഒന്ന് കുളിച്ച് അല്ലെങ്കിൽ നന്നായിട്ടൊന്ന് മുഖമൊക്കെ കഴുകി ആ രീതിയിൽ നമ്മൾ ബോഡി ഒന്ന് ക്ലീൻ ആക്കിയിട്ട് ചെറിയ മൂവ്മെന്റ്സ് ഒക്കെ കൊടുത്ത് ഒരു റിലാക്സേഷൻ കൊടുത്ത് ബ്രീതിങ് കൊടുത്ത് മെഡിറ്റേഷനിലോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ ആ റിസൾട്ട് എന്ന് പറയുന്നത് ശരിക്കും വളരെ പോസിറ്റീവ് ആയിരിക്കും. അതൊരു സംശയമില്ലാത്ത കാര്യമാണ്. പിന്നെ ഇതിൽ ഏറ്റവും നീഡഡ് ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് കൺസിസ്റ്റൻസിയാണ്. അതായത് മെഡിറ്റേഷനിൽ നമ്മൾ പലരും കേട്ടറിഞ്ഞിട്ടുള്ള എക്സ്പീരിയൻസസ് ഉണ്ട് അല്ലെ. ഇപ്പോൾ ചിലര് ലൈറ്റ് ഫീൽ ചെയ്യുന്നു, അല്ലെങ്കിൽ പല രീതിയിലുള്ള ഇൻസൈറ്റ്സ് അവർക്ക് മെഡിറ്റേഷൻ ചെയ്യുമ്പോൾ കിട്ടുന്നു, പല കാര്യങ്ങളും സെൻസ് ചെയ്യാൻ പറ്റുന്നു, വളരെ ഒരു അബണ്ടൻസ് ഓഫ് പോസിറ്റീവ് എനർജി ഉള്ളിൽ ഫീൽ ചെയ്യുന്നത് അറിയുന്നു. ഇതൊക്കെ ബേസിക്കലി പോസിബിൾ ആകുന്നത് ഒരു സിസ്റ്റം നമ്മൾ കണ്ടിന്യൂസ്ലി പ്രാക്ടീസ് ചെയ്യുമ്പോഴാണ്. അപ്പോൾ ദിവസവും ഒരു നേരമെങ്കിലും അറ്റ്ലീസ്റ്റ് 4-5 മിനിറ്റ്സ് അല്ലെങ്കിൽ 10 മിനിറ്റ്സ് ഈ ഒരു സാധന ചെയ്യുമെന്നുള്ളത് നമ്മൾ ഉറപ്പിക്കുക. അത് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒരു ചെക്ക് ബുക്ക് പോലെ ഒരു സംഭവം, മീൻസ് ഒരു നോട്ടിംഗ് പാഡ് പോലെ ഒരു സംഭവം നിങ്ങൾക്ക് കീപ്പ് ചെയ്യാം. ഇൻ കേസ് ഇപ്പോൾ ഒരു ദിവസം നിങ്ങൾ സ്കിപ്പ് ചെയ്യുന്നുണ്ടെങ്കിൽ യു ജസ്റ്റ് റൈറ്റ് ഓൺ ഇറ്റ്. അതിൽ എന്തുകൊണ്ട് ഞാൻ ഈ ദിവസം സ്കിപ്പ് ചെയ്തു എന്നുള്ളത് വ്യക്തമായി നമ്മളൊന്ന് എഴുതി വെക്കണം. അപ്പോൾ അത് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ മനസ്സിൽ നമ്മൾ കൊടുക്കുന്ന ഒരു റൈറ്റ് അനലൈസിങ് കൂടെയാണ്. അതായത് വളരെ മൈന്യൂട്ട് ആയിട്ടുള്ള റീസൺസിന് വേണ്ടിയിട്ട് നമ്മളിത് മാറ്റി വയ്ക്കുകയായിരുന്നോ, അതോ എന്തെങ്കിലും കാര്യമായിട്ടുള്ള കാര്യം കാരണം നമുക്ക് ചെയ്യാൻ പറ്റാത്തതാണോ, അത് നമ്മളൊന്ന് കറക്റ്റായിട്ട് അനലൈസ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കണം. വളരെ സീരിയസ് ആയിട്ട് നിങ്ങൾ മെഡിറ്റേഷൻ പ്രാക്ടീസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നു എന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ ചെറിയ ചെറിയ കാര്യങ്ങൾ തീർച്ചയായിട്ടും നോട്ട് ചെയ്യണം. ബിക്കോസ് ആ കൺസിസ്റ്റൻസിയിലൂടെ മാത്രമേ ശരിക്കും നമുക്ക് ഈ ഒരു മൈൻഡ് ഡെവലപ്പ് ചെയ്യാൻ പറ്റുള്ളൂ. വൺസ് ഇപ്പൊ നിങ്ങൾ ഈ ഒരു സിസ്റ്റം ഫോളോ ചെയ്യാൻ ആരംഭിച്ചാൽ അതിൻ്റെ ഇപ്പോൾ സപ്പോർട്ടിംഗ് ആയിട്ട് നമ്മൾ കുറേ കാര്യങ്ങൾ ചെയ്തു വരുന്നുണ്ട്. അപ്പോൾ അതിനോടൊപ്പം മെഡിറ്റേഷൻ എന്ന് പറയുന്നത് നമ്മുടെ ഒരു റൊട്ടീനായിട്ട് മാറിയാൽ, ആ റൊട്ടീൻ എന്ന് പറയുന്നത് ഒരു പെർട്ടിക്കുലർ ടൈം എന്നതിൽ മാറി ഒരു 24 hours പാറ്റേൺ ആകാനായിട്ടുള്ള പൊട്ടൻഷ്യൽ ഓരോ മനുഷ്യനും ഉണ്ട്. അങ്ങനെ ആയിക്കഴിഞ്ഞാൽ നമുക്ക് പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല, അല്ലെങ്കിൽ ഒരു പ്രശ്നങ്ങളും നമ്മളെ അഫക്റ്റ് ചെയ്യാത്ത രീതിയിലോട്ട് നമ്മുടെ മനസ്സ് എക്സ്പാൻഡ് ആകും. അപ്പോൾ അതിനുള്ള ഒരു ചാൻസ് ആണ്, ഒരു ഹയർ ഓപ്പർച്യൂണിറ്റി ആണ് മെഡിറ്റേഷന്റെ പാത എന്ന് പറയുന്നത് എപ്പോഴും ഓപ്പൺ ചെയ്തിരിക്കുക. അപ്പോൾ എല്ലാവരും മെഡിറ്റേറ്റ് ചെയ്യുക. ഇനി നമ്മുടെ വീഡിയോസിൽ പല രീതിയിലുള്ള മെഡിറ്റേഷൻ ടെക്നിക്സിനെ പറ്റിയിട്ട് തീർച്ചയായിട്ടും വിശദീകരിക്കുന്നുണ്ട്. സോ പ്ലീസ് ഫോളോ അവർ ചാനൽ. അതുപോലെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യണം, ഈ ഒരു അറിവ് പങ്കുവയ്ക്കണം. അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ ഏവർക്കും നമസ്കാരം.